ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ ഐറ്റമായ കായ്പോളയുടെ റെസിപ്പി ആയിട്ടാണ്. നേന്ത്രപ്പഴവും മുട്ടയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലോണം പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4ആയിട്ട് ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് നൈസായി കട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കായ്പോള ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യുന്നത്. നല്ലോണം റോസ്റ്റ് ആയതിന് ശേഷം ഇത് മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കാം. 2 സൈഡും കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് അല്പം ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫോർക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യിൽ വാട്ടി വെച്ച നേന്ത്രപ്പഴം കൂടെ ചേർക്കുക. എന്നിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലായി ഒരു തട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കായ്പോളയുടെ അടിഭാഗം കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതെപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് കായ്പോളയുടെ ബാറ്റർ ചേർക്കുക. എന്നിട്ടൊരു സ്പൂണ് വെച്ച് ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റാണ് ഇത് വേവാൻ ആവശ്യമായ സമയം. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ഇതിൻ്റെ കുക്കിംഗ് ടൈം മാറും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂനട്ടും കിസ്മിസും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒരു 15 മിനിറ്റ് കൂടെ വേവിച്ചാൽ മതി. ഇപ്പോൾ മൊത്തം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇതൊന്ന് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം കൂടിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്